ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അലീനയും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാംചാനും ചിന്നുമോളോട് യാത്ര പറയുകയാണ്. ഭയങ്കര സങ്കടത്തോടെയാണ് യാത്ര പറയുന്നത്. സിസ്റ്റർ പറയുന്നുണ്ട് ഇവൾക്കിപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവളിപ്പോൾ എല്ലാവരുമായിട്ട് ഇണങ്ങി, ഇവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് പണ്ടത്തെ വാശിയൊന്നും ഇല്ല, സങ്കടമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഞങ്ങൾക്കാണ് സങ്കടം ഇവളെ പിരിയുന്നതോർത്ത് എന്ന് പറയാണ്. ആ സമയത്ത് അലീന വന്നിട്ട് ചിന്നുമോളുടെ കൈ പിടിച്ചുകൊണ്ട് കൈവെള്ളയിൽ ഇങ്ങനെ ഉമ്മ കൊടുക്കുമ്പോൾ ചിന്നുമോളും അതേപോലെ ചെയ്യാം കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഗ്രേസമ്മയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ എടുത്ത് അലീന പറയുന്നുണ്ട്, സിസ്റ്ററെ ആര് വന്ന് ചോദിച്ചാലും ചിന്നുമോളെ കൊടുക്കരുത് കേട്ടോ, ഞാൻ വരും ഇവളെ കൊണ്ടുപോകാനായിട്ട്, വേറെ ആർക്കും ചിന്നുമോളെ കൊടുക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടി ആണെങ്കിൽ മാമച്ചായനും ഗ്രേസമ്മയ്ക്കും ഒക്കെ ചിന്നുമോളെ കൊണ്ട് ഉമ്മ കൊടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാമച്ചായനും ഉമ്മ കൊടുക്കാൻ നേരത്ത് ചിന്നുമോൾ കൊടുക്കുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്കിളിന് ഉമ്മ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കൊഞ്ചിക്കുന്നുണ്ട്. പിന്നെ രേവതിക്കുട്ടിയും വന്നിട്ട് അലീന വന്നിട്ട് പറയുന്നുണ്ട് ചിന്നുമോളോട്, മോള് മിടുക്കിയായിരിക്കണം, ആൻറ്റി വരാൻ ഇടയ്ക്കൊക്കെ സങ്കടപ്പെടരുത്, വാശി കാണിക്കരുത്, സിസ്റ്റർമാർ പറയണതൊക്കെ കേട്ടോളണം എന്നൊക്കെ പറഞ്ഞ് ചിന്നുമോളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ചിന്നുമോൾ തലയാട്ടുന്നുണ്ട് കേട്ടോ. വിഷമമാണ് ആൾക്കും, ഇവർ പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ രേവതിക്കുട്ടിയും വന്നിട്ട് ചിന്നുമോളുടെ കയ്യിലും കവളിലൊക്കെ ഉമ്മ വെക്കുകയാണ്. ചിന്നുമോളോട് പറയുന്നുണ്ട് ആൻറ്റി പോയിട്ട് വരാട്ടോ, പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറയുമ്പം തലയാട്ടാണ് ചിന്നുമോൾക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് രേവതിക്കുട്ടിയും അലീനയും ഗ്രേസമ്മയും മാംചാനും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലീനയ്ക്കും രേവതിക്കുട്ടിക്കും ഭയങ്കര വിഷമം കേട്ടോ. ഇവിടെ ചിന്നുമോളാക്കിയിട്ട് അന്ന് പോയ ദിവസമൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. രണ്ടാളും പുറത്തിറങ്ങിയപ്പോഴും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. രേവതിക്കുട്ടിയും അതുപോലെ തന്നെ വീണ്ടും ആ സ്ഥാപനത്തിലേക്കൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ചിന്നുമോളെ എടുത്തുകൊണ്ട് സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിന്നുമോൾക്ക് കൈ വീശി കാണിക്കുകയാണ് ഇവർ. അപ്പോൾ ചിന്നുമോൾ അതുപോലെ കൈ വീശി കാണിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സങ്കടമാണ് ചിന്നുമോളുടെ മുഖത്തും. ഇവർ പോവുകയാണല്ലോ, ഇനി എന്നാ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി വേറൊരു ദിവസം വരാം, അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ അലീനയ്ക്ക് ചിന്നുമോളുടെ കയ്യിലുണ്ടായിരുന്ന മിഠായി അലീനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഇത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് ആൻറ്റി വെച്ചോ എന്ന് പറയാണ്. അപ്പോൾ ആ മിഠായി അലീന കയ്യിൽ വെച്ചിട്ട് പറയുന്നുണ്ട് ഇത് ആൻറ്റി കൊണ്ടുപോകുക കേട്ടോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് അവർ അകത്ത് നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഗ്രേസമ്മ മാമച്ചായും പറയുന്നുണ്ട് എന്നാൽ നമുക്ക് പോകാം ഗ്രേസമ്മ എന്ന് പറയുമ്പോൾ അപ്പോൾ രണ്ടുപേരോടും അലീനയോടും രേവതിക്കുട്ടിയോടും കൂടി കാറിൽ കയറാനായിട്ട് പറയാണ്. അങ്ങനെ കാറിൽ കയറിയപ്പോൾ അലീന പറയുന്നുണ്ട് മുൻപ് ഇവിടെ ആക്കി പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു, അതേ സങ്കടം ഇന്നുണ്ടെങ്കിലും പക്ഷേ എന്തോ ഒരു ആശ്വാസം ഉള്ളതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടിട്ട് ചിന്നുമോളെ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകും എന്ന് തന്നെ പറയണം. ഗ്രേസമ്മയ്ക്കും മാമച്ചായനും അത് കേട്ടിട്ട് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴി വീണ്ടും കാറിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ട് ടാറ്റ കൊടുക്കുന്നുണ്ട് ചിന്നുമോൾക്ക് അലീനയും രേവതിക്കുട്ടി കേട്ടോ. അങ്ങനെ അവർ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് വീണ്ടും ചിന്നുമോളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് കാറിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട് അന്ന് ഫസ്റ്റ് ദിവസം അവളെ ഇവിടെ ആക്കി പോരുമ്പോൾ ഉണ്ടായ ഒരു സങ്കടവും ടെൻഷനും, ചിന്നുമോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗ്രേസമ്മയ്ക്കും മാമച്ചായനും സങ്കടമാവാണ്. എന്തായാലും അത്രയ്ക്കൊന്നും ഇപ്പോൾ ഇല്ല, അവൾ അവിടെ ഉള്ളവരോടൊക്കെ കൂട്ടായിട്ടുണ്ട്, എന്നാലും ആളുടെ ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവും, മോൾക്ക് വിഷമമൊക്കെ ഉണ്ട് എന്ന് ചിന്നുമോളെ കുറിച്ച് രേവതി പറയുകയാണ്. അതുണ്ടാകും എന്തായാലെങ്കിലും, നിങ്ങൾ അത്രയും കൊഞ്ചിച്ച് ലാളിച്ച് കൊണ്ട് നടന്നതല്ലേ, അപ്പോൾ നിങ്ങൾ കൂടെ ഇല്ലാത്തൊരു വിഷമം അവൾക്ക് ഉണ്ടാകുമെന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രോഹിത്തിനെയും ഹരിയായിട്ടോ. രോഹിത്തും ഹരിയും അലീന വന്നു കഴിഞ്ഞാൽ ഉടനെ പ്ലാൻ എങ്ങനെ അവളെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെപ്പോഴും പുറത്ത് ആ കുളക്കടവിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവർ പദ്ധതി തയ്യാറാക്കണം, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ ഇവിടെ വാങ്ങിച്ച് വെച്ചേക്കണം, ആ സ്പ്രേ ഞാൻ കൊണ്ടുവന്നോളാം എന്നൊക്കെ ഹരി പറയുന്നുണ്ട്. അങ്ങനെയുള്ള സീനുകളും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈജയന്തിയെ തന്നെയാണ് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ ജോലി എടുത്തിട്ട് തീരുന്നില്ല കേട്ടോ. വൈജയന്തിക്ക് രാവിലെ മുതൽ എടുക്കുന്ന തുടങ്ങിയ വീട്ടിലെ ജോലി തീരുന്നില്ല. അടുക്കള ഒരു യുദ്ധക്കളം, ഡൈനിങ് ടേബിൾ മറ്റൊരു യുദ്ധക്കളം, വീട്ടിലെ തുണി അലക്കൽ, മുറ്റടിച്ചു വാരൽ, വീടടിച്ചു വാരൽ, അങ്ങനെയുള്ള എല്ലാ ജോലികളും ചെയ്ത് നടു ഒടിഞ്ഞു എന്നുള്ള രീതിയിലായിട്ടോ. കൃഷ്ണയും ബബിതയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നേയില്ല. കൃഷ്ണ ഹെൽപ്പ് ചെയ്യാൻ ഇടയ്ക്കൊക്കെ പിന്നെയും വരുന്നത് കൃഷ്ണയാണ്, ബബിത തീരെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ. ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട്
ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ നിന്നെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് വൈജയോട്. അമ്മ അവളെ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അവൾ പോയിട്ട് ഇത്രയായിട്ട് അവൾക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന് തോന്നിയില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കണം, അമ്മയ്ക്ക് അതാണ് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, നമ്മളാണല്ലോ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കേണ്ടത്, കാരണം നമ്മുടെ വീട്ടിൽ നിന്നാണല്ലോ അവൾ പോയേക്കുന്നത്, അവൾ പോയിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിയോ, അവൾ അവിടെ എത്തിയോ എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. പിന്നെ ഇനി അതിൻ്റെയും കൂടി കുറവേ ഉള്ളൂ, ഇള്ള കുഞ്ഞൊന്നും അല്ലല്ലോ, പോയ പോലെ ഇങ്ങോട്ടേക്ക് വന്നോളും, ഒരുപാട് ഉത്തരവാദിത്തമൊന്നും ബാലചന്ദ്രൻ ഏറ്റെടുക്കാൻ നിൽക്കണ്ട കേട്ടോ, എനിക്കെല്ലാം മനസ്സിലായി തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറയണേ. വീണ്ടും വൈജയന്തി അവളുടെ മനസ്സിൽ എന്തൊക്കെയോ വെച്ചുകൊണ്ട് സംശയം വെച്ചുകൊണ്ടൊക്കെയാണ് ബാലചന്ദ്രനോട് സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ ഏത് സമയം അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇതൊക്കെ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കുശുമ്പും അതുപോലെ എന്തൊക്കെയോ വിഷമൊക്കെ കയറി കൂടിയിട്ടുണ്ട്, അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എന്താണെങ്കിലും അവൾ 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും ഈ വീടിൻ്റെ മൊത്തം താളം തെറ്റിയത് കണ്ടോ, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് എല്ലാവരുടെ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തിരുന്നതല്ലേ, ഇപ്പോൾ 2 ദിവസം നിനക്ക് ഈ വീടൊന്നും നോക്കാൻ വയ്യ അല്ലേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, എനിക്ക് വീട്ടിലെ ജോലി ചെയ്യലല്ല പണി എന്ന് പറയാണ്. പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളും വീട്ടിലെല്ലാ കാര്യങ്ങളും തീർത്ത് വെച്ചിട്ട് പോകുന്ന സ്ത്രീകളുണ്ട് വൈജയ്, നീ അങ്ങനെ പറയൊന്നും വേണ്ട, ജോലിക്ക് പോകുന്നത് മാത്രമല്ല വീട്ടിലെ ജോലികളും ചെയ്യുന്ന സ്ത്രീകളുണ്ട്, രണ്ടും ഒരുപോലെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഈ ലോകത്തുണ്ട് എന്ന് പറയണേ. അതുകൂടി കേട്ടപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരാൻ, അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവൾക്ക് ഞാൻ 8ൻ്റെ പണി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അതേസമയം വീണ്ടും അലീന എറണാകുളത്ത് തന്നെ തിരിച്ചെത്തി കേട്ടോ, മാംസേൻ്റെയും ഗ്രീസമ്മേൻ്റെയും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ വൈകുന്നേരമായിട്ടുണ്ടായിട്ടോ. അപ്പം പറയുന്നുണ്ട്, ഇന്ന് പോകണോ അലീന എന്ന് ചോദിക്കുമ്പം, പോകണം ആൻറ്റി, പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും, അപ്പോൾ ഇന്ന് നീ പോയി കഴിഞ്ഞാൽ നീ അവിടെ എത്താൻ ഒരുപാട് ലേറ്റ് ആവുമല്ലോ എന്ന് പറയണേ. തിരിച്ച് വരുന്ന വഴി വീട്ടിലെത്തുന്ന മുന്നേ കേട്ടോ കാറിലിരുന്നിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൻറ്റിയെപ്പോലും ഒന്നുമല്ല അവിടുത്തെ മാഡം, നാളെ രാവിലെ ഞാൻ അവിടെ ജോലിയിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ കത്തിയും വാളും ഒക്കെ എടുത്തുകൊണ്ട് എൻ്റെ പുറകെ വരും, അങ്ങനത്തെ ഒരു ടൈപ്പാണ് എന്ന് പറയുമ്പം രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. സ്വന്തം അമ്മയെക്കുറിച്ചാണ് അലീന ചേച്ചി പറയുന്നത് എന്നുള്ളത് മറ്റാർക്കും അറിയില്ലല്ലോ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇന്നിപ്പോൾ ഈ സമയത്ത് നീ തനിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റായിട്ടാണ് അവിടെ എത്തുള്ളൂ, അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക എന്ന് പറയുമ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് ചേച്ചിയെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്താലോ അങ്കിളെ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അതൊന്നും വേണ്ട, അതൊക്കെ ഒരുപാട് ദൂരെയാണ്, അത്രയും റിസ്ക് എടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നീ നാളെ രാവിലെ പോയാൽ മതി, ഇന്ന് പോവണ്ട എന്ന് തന്നെ ഗ്രേസമ്മയും മാംസായനും പറയുന്നു, കാരണം ഇന്ന് നീ പോയി കഴിഞ്ഞാൽ രാത്രി ലേറ്റായി അവിടെ എത്തുള്ളൂ, അതുകൊണ്ട് നിനക്ക് അങ്ങനെ പോകാൻ പറ്റില്ല, രാത്രിയിലൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയാണ് ഗ്രേസമ്മ. അത് കാരണം അലീന ഇന്ന് പോവണ്ടെന്ന് തന്നെ തീരുമാനിക്കുക കേട്ടോ, രാത്രി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നാളെ കാലത്ത് എത്തുന്ന രീതിയിൽ പോവാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഏർലി മോർണിംഗ് ഒരു ബസ്സുണ്ട്, നേരെ നിനക്ക് അവിടെ ചെന്നിറങ്ങാൻ പറ്റും, 2-3 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, 4:30 ഒരു ബസ്സുണ്ട്, ആ ബസ്സിന് പോയി കഴിഞ്ഞാൽ നീ വളരെ നേരത്തെ തന്നെ അവിടെ എത്തിച്ചേരും, അതുകൊണ്ട് ആ സമയത്ത് ഞാൻ നിന്നെ ബസ് കയറ്റി വിട്ടോളാം എന്ന് മാമച്ചായൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇനി വീട്ടിൽ വന്ന് കയറിയിട്ടാണ് അലീനയ്ക്ക് ഒരുപാട് ടാസ്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ, അതായത് ഒരുപാട് പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറിയൊക്കെ എപ്പോഴും കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക.